നിങ്ങളെ വീടിൻ്റെ മുൻവാതിലോ സ്ഥാപനമോ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കടയാണോ, കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന സ്ഥലമാണോ, അവിടുത്തെ മുൻവാതിലിൻ്റെ മുകളിൽ ഈ താക്കോലെടുത്ത് വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടാറുണ്ട് അല്ലേ? പല ആളുകൾക്കും പല തടസ്സം. ജോലിയിൽ തടസ്സം, വിവാഹ തടസ്സം, അതുപോലെ തന്നെ മറ്റു പല തടസ്സങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പോൾ തടസ്സങ്ങൾ മാറാൻ പറ്റിയ ഒരു അമൽ, നമ്മളിപ്പോൾ ഒരു അടഞ്ഞ വാതിൽ തുറക്കാൻ ഒരു പഴയ താക്കോൽ വേണം അല്ലേ? ഒരു താക്കോലുണ്ടെങ്കിൽ നമുക്കൊരു വാതിൽ തുറക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ അടഞ്ഞ വാതിൽ തുറക്കാനും നമുക്കൊരു താക്കോൽ മതി. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, തടസ്സങ്ങൾ തുറന്ന് മുന്നോട്ട് കടക്കാനും നമുക്കൊരു പഴയ താക്കോല് ധാരാളം. താക്കോലുകൊണ്ടോ? താക്കോലുകൊണ്ട് തുറക്കാൻ പറ്റും. താക്കോല് കൊണ്ട് നമ്മൾ വാതിൽ തുറക്കാറുണ്ടല്ലോ, അതുപോലെ നമ്മുടെ തടസ്സങ്ങളുടെ വാതിലുകൾ നമുക്ക് തുറക്കണം. അതിനെന്താ വേണ്ടത് അറിയുമ്പോൾ, ഒരു വെള്ള തുണി, ഒരു പഴയ താക്കോല്, വീടിൻ്റെ മെയിൻ വാതിൽ തുറക്കുന്ന താക്കോല്, അതേപോലെ നമുക്ക് ആവശ്യമുള്ള താക്കോലൊന്നും എടുക്കരുത്. അപ്പോൾ എല്ലാ വാതിലും തുറക്കല്ലേ ചെയ്യുക, ഉള്ള വാതിൽ അടയ്യട്ട ചെയ്യുക. പഴയ താക്കോലെന്ന് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. ഒരു വെള്ള തുണിയാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തത് ഒരു പേപ്പറാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. ഇതൊരു വെള്ള കോട്ടൻ്റെ തുണിയാണെന്ന് സങ്കല്പിക്കുക. ഇതൊരു പഴയ താക്കോല്, ഇത് നമ്മൾ ഇതിൽ വെക്കുന്നു. ഇതിൽ വെച്ചതിന് ശേഷം വ്യാഴാഴ്ച ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത്. വ്യാഴാഴ്ച ദിവസം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വ്യാഴാഴ്ച നമ്മൾ മുസല്ലയിലിരുന്ന് ഒരു തുണിയെടുത്ത് അതിന് മുകളിൽ ഒരു താക്കോൽ വെക്കുക. ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവേ, എൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള തടസ്സം, വാഹനം, വീട്, കല്യാണം, ജോലി, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എല്ലാ വിഷയവും പറയുക. പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു അസ്മാഹുൽ ഹുസ്നയിലെ ദിക്ർ 489 തവണ ചൊല്ലണം. യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്നുള്ള ദിക്ർ 489 തവണ ചൊല്ലി ഈ താക്കോലിലും നിങ്ങളെ കയ്യിലും ഒക്കെ ഊതി നെറ്റിയും മുഖമൊക്കെ ഒന്ന് തടവുക. ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹിനോട് പറയാം, അള്ളാ, അടഞ്ഞ വാതിലുകൾ ഈ താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നത് പോലെ, അടഞ്ഞ വാതിലുകൾ താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ വഴികളെ നീ തുറന്നു തരണം റഹ്മാനെ. ആ അടഞ്ഞ വഴിയെ നീ തുറന്നു തരണം റഹ്മാനെ. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് നീ തുറന്ന്, യാ ഫത്താഹു യാ അല്ലാ. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ്. യാ ഫത്താഹു യാ അല്ലാ, എല്ലാം തുറന്നു തരുന്ന റബ്ബിനോട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബേ, എൻ്റെ അടഞ്ഞ വാതിലുകൾ നീ തുറന്നു തരണം റഹ്മാനെ. എത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറക്കണം അല്ലാ. അടഞ്ഞ വാതിലുകളും അടഞ്ഞ എല്ലാ സംരംഭം തുറന്നു തരണം പടച്ചോനെ. കച്ചവടമില്ല റബ്ബേ, കടയിൽ കുറേ കാലമായി, നല്ല രീതിയിലൊന്ന് കച്ചവടം ചെയ്തിട്ട് കുറേ ആയി പടച്ചോനെ. എന്ത് തടസ്സങ്ങളാണോ ഇതോടുകൂടി നീക്കിത്തരണം റബ്ബേ. വീടിനുള്ളിൽ സാമ്പത്തികം നിൽക്കണില്ല അല്ലാ, കൊണ്ടുവരുന്നത് മുഴുവൻ ചിലവാകുക. എന്ത് തടസ്സാ, എന്ത് ബ്ലോക്കാ, തുറന്നു തരണം പടച്ചോനെ. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഈ അമൽ ഉപയോഗപ്പെടുത്തി ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെള്ള തുണിയിൽ ഈ താക്കോല് നല്ല രീതിയിൽ പൊതിയുക. നല്ല രീതിയിൽ പൊതിഞ്ഞ് ഈ തുണി കൊണ്ടൊന്ന് കെട്ടുക. ഇത് പേപ്പറാണ്, തുണി കൊണ്ട് കെട്ടിയിട്ട് നിങ്ങളെ വീടിൻ്റെ മുൻവാതിൽ എവിടെയാണ്, നിങ്ങളെ വീടിൻ്റെ മുൻവാതിലിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഈ സാധനം എടുത്തു വെക്കുക. നിങ്ങളെ വീടിൻ്റെ മുൻവാതിലോ സ്ഥാപനമോ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കടയാണോ, കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന സ്ഥലമാണോ, അവിടുത്തെ മുൻവാതിലിൻ്റെ മുകളിൽ ഈ താക്കോലെടുത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ നിങ്ങളെ തടസ്സങ്ങളൊക്കെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളുടെ കടയിൽ കച്ചവടത്തിന് ചെറിയൊരു വേരിയേഷൻ, നല്ലൊരു മാറ്റത്തിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾ വേഗം ഏർവാടി മുത്തു ശുഹദാക്കളെ ഹദറത്തിലേക്ക്,
അവിടുത്തെ ആളുകൾക്ക് ഒരു 100 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ച ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു ഹദിയ ഏർവാടിയിലേക്ക് നേർച്ച ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾ എന്തുദ്ദേശം വെച്ചിട്ടാണ് ഈ അമൽ ചെയ്യാൻ പോകുന്നത്, ആ ഉദ്ദേശങ്ങളൊക്കെ പടച്ച റബ്ബ് സാധിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ കേട്ടോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പം എങ്ങനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നമ്മുടെ മജ്ലിസ് ആരും മറക്കണ്ട. പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷെരീഫിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു റമളാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.